വലിയ പ്രചാരണം നൽകി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നടത്തുന്നത് എന്ന് അവകാശപ്പെടുന്ന ഈ ലോക കേരള സഭ കഴിഞ്ഞ കാലങ്ങളിലെ ലോക കേരള സഭ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ സർക്കാർ അതിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ലോക കേരള സഭ കൊണ്ട് പ്രവാസി സമൂഹത്തിനും നമ്മുടെ നാടിനും ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസികളുടെ സാമൂഹ്യ വെൽഫെയർ സ്കീമുമായി ബന്ധപ്പെട്ട് ഈ ലോക കേരള സഭയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിൽ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസി മലയാളികളുടെ നിക്ഷേപം കേരളത്തിൽ ലോക കേരള സഭയുടെ പേരിൽ എന്തെല്ലാം നിക്ഷേപങ്ങളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്? ലോക കേരള സഭയുടെ തീരുമാനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവാസി സമൂഹം ഇവിടെ ആരംഭിച്ചിട്ടുള്ള സംരംഭങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവാസികളും സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം അവർ നടത്തിയിട്ടുള്ള നടപടികളും എന്തൊക്കെയാണ്? ലോക കേരള സഭയിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? അവർ കേരളത്തിനും പ്രവാസ ലോകത്തിനും നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ്? ഈ ഒരു ലോക കേരള സഭ കൊണ്ട് എന്തെല്ലാം പുതിയ നിക്ഷേപങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ലോക കേരള സഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി സർക്കാരിന് അവരുടെ മുമ്പിൽ വെച്ച പദ്ധതികൾ എന്തൊക്കെയാണ്? ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയണം. കാരണം ഇതിപ്പോൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിദാരുണമായിട്ടുള്ള ഒരു ദുരന്തം കുവൈത്തിലുണ്ടായി. കുവൈത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ, അവരുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ? കേരളത്തിലെ രണ്ട് മുന്നണികളും പ്രവാസി മലയാളികളെ ഒരു കറവ പശുവായി കാണുന്നവരാണ്. ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. കേരളത്തിൽ നിന്ന് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാര് നിരന്തരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും പതിവായി സന്ദർശനം നടത്തുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ. LDF-നും UDF-നും സ്ഥിരമായിട്ട് പ്രവാസ ലോകത്ത് പോയി വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഇവരങ്ങോട്ട് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രി ഇന്നേ വരെ വിദേശത്തെ ഒരു ലേബർ ക്യാമ്പിലും സന്ദർശനം നടത്തിയിട്ടില്ല. എങ്ങനെയാണ് തൊഴിലാളികൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നത്? അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ കേരളത്തിലെ പ്രവാസി വകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഗൾഫിലൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ ആരാണ് അവരെ സഹായിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളിലെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സഹായവും നോർക്കയും അതുപോലെ കേരളത്തിലെ പ്രവാസി വിഭാഗവും ചെയ്തതായിട്ട് ആരും തന്നെ പറയുന്നില്ല. ഒരു സഹായവും കേരളത്തിന്റെ ഭാഗത്തുനിന്ന്. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഒന്ന് കാണാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഏത് വിദേശ രാജ്യത്ത് പോകുമ്പോഴും മടങ്ങി വരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ പോലും മുഖ്യമന്ത്രി പോകുമ്പോഴോ വരുമ്പോഴോ കുറച്ചു ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്നേ വരെ പ്രവാസികളുടെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല. പ്രവാസികൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈ ലോക കേരള സഭയ്ക്ക് യൂസഫ് അലി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. അവരൊക്കെ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. യൂസഫ് അലിയും രവിപിള്ളയും ധാരാളം വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, പ്രവാസ ലോകത്തുള്ള വ്യവസായികൾ. അതൊന്നും ഈ ലോക കേരള സഭയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടൊന്നുമല്ല. അവർ ആദ്യകാലം മുതലേ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്, മലയാളികളെ സഹായിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും അല്ലാതെ ഇപ്പൊ നിലവിൽ പേരുള്ള കുറച്ച് വ്യവസായികൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിച്ചാൽ
കഴിഞ്ഞ 4 വർഷമായി നടന്ന ലോക കേരള സഭയുടെ എന്താണ് അതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്നത്? സർക്കാർ അത് വ്യക്തമായിട്ടും വെളിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 3-4 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ലോക കേരള സഭ ഇത്രയും ഒരു ആവേശത്തിൽ സർക്കാർ നടത്തുന്നത്? നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മുതലുള്ള ചരിത്രം അറിയാം. ജിം ഏറ്റവും വലിയൊരു, അന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന അതിന്റെ ഉദ്ഘാടനത്തിനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി വരവേൽപ്പ് സിനിമയെ കുറിച്ചെല്ലാം പറഞ്ഞത്. ആ കാലം മുതലുള്ള കേരളത്തിന്റെ അനുഭവം നോക്കിയാൽ ഓരോ കൊല്ലവും നിക്ഷേപം കുറഞ്ഞു വരികയാണ്. ഓരോ കൊല്ലവും സംരംഭകർ ഇവിടെ നിന്ന് ഓടുകയാണ്. കേരള ഗവൺമെന്റ് വിദേശത്ത് നിന്ന് ജീവിക്കുന്ന മലയാളികളുടെ, പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപം ആകർഷിക്കുന്നത്, അവർക്ക് പ്രോത്സാഹനം നൽകുന്നത്, ഇവിടെ ഏകജാലകം പോലുള്ള വലിയ പല കൺകെട്ട് വിദ്യകളും പറഞ്ഞവരാണ്. ഒരാൾക്ക് പോലും ഒന്നിനും കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷെ ഇവിടെ വ്യവസായം തുടങ്ങിയവരിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 2-3 ആത്മഹത്യകൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ആത്മഹത്യകളാണ്. പ്രവാസി മലയാളികളുടെ വ്യവസായം തുടങ്ങിയിട്ട് സംരംഭം ആരംഭിച്ചതിന് ശേഷം സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ വലിയ ശേഷി ഉണ്ടായിരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള വ്യവസായി ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ആരംഭിച്ച അദ്ദേഹം ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും പോയി. അപ്പൊ എന്തിനാണ് ഈ ലോക കേരള സഭ എന്നുള്ള ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഇപ്പോ സർക്കാരിന്റെ ഏത് നടപടികൾ എടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യൻ യൂണിയൻ അതിന്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. UAE കോൺസുലേറ്റുമായിട്ടും GCC രാജ്യങ്ങളിലെ മറ്റു പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. UAE കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ കയറി ഇറങ്ങുന്നു, നേരെ സ്പീക്കർ കയറി ഇറങ്ങുന്നു. UAE കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിന്റെ പ്രതിനിധികള്, മന്ത്രിമാര്, സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. പക്ഷെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് എടുക്കുന്നത്. റെഡ് ക്രസന്റ് എന്ന ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വായ്പ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായ്പ എടുക്കാൻ പോകുന്നു. റെഡ് ക്രസന്റുമായി ചേർന്ന് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കും. എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പ്രളയകാലത്ത് നേരിട്ട് പോയിട്ട് പണപ്പിരിവ് നടത്തുന്നു. നേരിട്ട് ഞങ്ങൾ കേരളം, ഇത് വേറൊരു സ്റ്റേറ്റ് ആണ്, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. അതിനാവശ്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റ്, ഇവിടെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റുമായിട്ടും
എംബസിയുമായിട്ടുമൊക്കെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങൾ കട്ടിംഗ് സൗത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നാണ് പലപ്പോഴും കേരളം എടുക്കുന്ന ഒരു സമീപനം. എന്നിട്ട് അതിന് നടക്കാതെ വരുമ്പോൾ കേന്ദ്രം കേരളത്തെ അപമാനിക്കുന്നു. ഒരു ചെറിയ സംഭവമല്ല ഇത്. കാരണം മുഖ്യമന്ത്രി അതിനെ മറ്റൊരു തലത്തിലേക്ക്, കേന്ദ്രം കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു പ്രചരണമാണ്. കുവൈത്തിൽ സംഭവം ഉണ്ടായപ്പോ ഇന്നേ വരെ നാം കേട്ടിട്ടില്ല. എല്ലാ നിരീക്ഷകന്മാരും വിദഗ്ധന്മാരും പറയുന്നത് എങ്ങനെ പോയാലും ഒരു 10 ദിവസം 12 ദിവസം എടുക്കുമായിരുന്നു. അറിയാലോ, ഗൾഫ് രാജ്യങ്ങളിലെ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ഉള്ള നിയമത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ ദിവസവും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും പൊതുപ്രവർത്തകർ, ഞങ്ങളുടെ ഓഫീസിൽ ഇതുപോലുള്ള സംഭവങ്ങൾ, അവിടെ മരണങ്ങളും ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും വരുന്ന നിവേദനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വളരെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ. ആക്സിഡന്റിൽ മരിച്ചാൽ, ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് വേണം ഭൗതികദേഹങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ നോക്കൂ നിങ്ങൾ, ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ല. ഈ ഒരു ദുരന്തം ഉണ്ടായപ്പം എല്ലാ നടപടികളും പൂർത്തിയാക്കി, പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും എല്ലാം ഇടപെടലിന്റെ ഫലമായിട്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ട് ഇന്നലെ നമുക്ക് 23 ഭൗതിക ദേഹങ്ങൾ ഇവിടെ എത്തിക്കാൻ സാധിച്ചു. ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്, കേന്ദ്രം ശരിയായി ഇടപെട്ടു. പിന്നെ എന്തിനാണ് ഈ ഇടങ്കൂലിടുന്നത്? അപ്പൊ ഞങ്ങള് വേറെ ഒരു രാഷ്ട്രമാണ്, കേരളം വേറെ ഒരു സ്വത്വമാണ് എന്നുള്ള ഒരു ബോധപൂർവമായ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾ ശരിയായി പരിശോധിച്ചാൽ മനസ്സിലാവും. UAE കോൺസുലേറ്റുമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബന്ധങ്ങൾ, റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് നേരിട്ട് വായ്പ എടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, നേരിട്ട് മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് നടത്തിയ പണപ്പിരിവുകൾ, ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരളം ഈ നിയമങ്ങളൊന്നും പാലിക്കാൻ ബാധ്യതയുള്ളവരല്ല. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് പറയുന്നതെങ്കിലും സംസ്ഥാന വേറൊരു അധികാര ശക്തിയാണ് എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. പറയുമ്പോഴെപ്പോഴും അവർ പറയുന്ന മനോഹരമായ വാക്കാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. പക്ഷെ ഇത് കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ല മുഖ്യമന്ത്രി അർത്ഥമാക്കുന്നത്. കേരള വേറൊരു രാജ്യമാണ് എന്നുള്ള ഒരു സമീപനം അത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നല്ലതല്ല. എല്ലാ കാര്യങ്ങളിലും ഒരു അമിതാധികാര പ്രയോഗം ഞങ്ങൾക്ക്, അത് നടത്താനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്തോ വേറെ വലിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾ എന്നുള്ള ഒരു നിലയാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും സ്വീകരിക്കുന്നത്. വിവാദങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു ദുരന്ത സാഹചര്യത്തിൽ സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. സമാശ്വസിപ്പിക്കാൻ പോയവരെ തടഞ്ഞു വെച്ചു എന്നൊക്കെയാണ് അദ്ദേഹം അതിനെ ഒരു അതിവൈകാരിക തലം കൊടുക്കുന്നത്. പിണറായി വിജയൻ അങ്ങനെയുള്ള ഒരു മനസാക്ഷിയുമില്ല. ഇന്നലെ 2 പേരുടെ കുടുംബങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്നലെ 2 വീടുകളിൽ ശവസംസ്കാരം നടന്നിരുന്നു. അതിനേക്കാൾ വേഗത്തിൽ മുഖ്യമന്ത്രി ഓടിപ്പോയത് ഈ വൈകുന്നേരത്തെ ഡിന്നറിനാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള അതിവൈകാരിക പ്രകടനങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ ശക്തമായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടിരിക്കുന്നത്. അതിവേഗത്തിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പിഴവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴും മറ്റൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒരു നടപടി. തൃശ്ശൂരിൽ ഇന്ദിരാഗാന്ധി പ്രയത്നിച്ചുകൊണ്ട് ഭാരതത്തിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് ഇന്ദിരാഗാന്ധി സഭയാണ്. അങ്ങനെയൊന്നുമല്ല. കാരണം ഇതൊക്കെ മരണപ്പെട്ടു പോയ മുഖ്യമന്ത്രിമാരെ കുറിച്ചും പ്രധാനമന്ത്രിമാരെ കുറിച്ചും ഒക്കെ നല്ല വാക്കുകൾ പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയം കാണണം എന്ന് നാം വിചാരിക്കേണ്ട ആവശ്യമില്ല.
ഈ വീണ ജോർജിന്റെ ശ്രമം തന്നെയായിരുന്നു അവിടെ പോവാൻ. അല്ല, വീണ ജോർജിന്റേതായിട്ടല്ല, ഞാനിതൊരു സർക്കാരിന്റെ ഒരു രീതിയാണ്. ഞാൻ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ വസ്തുതാപരമായി നിങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ചില അമിതാധികാരങ്ങളുള്ള ഒരു പ്രത്യേക രാഷ്ട്രമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഇദ്ദേഹം മാത്രമല്ല, തമിഴ്നാട്ടിൽ സ്റ്റാലിനും അതിനു വേണ്ടിയിട്ട് കുറച്ചു കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വീണ ജോർജ് എന്നുള്ള ഒരാൾ വ്യക്തിപരമായി തീരുമാനം എടുത്താവാൻ വഴിയില്ല. വീണ ജോർജിന് ഇവിടെ പിടിപ്പത് പണിയില്ലേ? മഴക്കാലമാണ്, ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാര് ലീവ് എടുത്ത് പോയതെല്ലാം തിരിച്ചു വരണം എന്നുള്ള ഇൻഡാസ് പുറത്തിറക്കിയിട്ട് 3 ആഴ്ച കഴിഞ്ഞു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം, ഡോക്ടർമാർ തിരിച്ചു വരുന്നില്ല. ലീവ് എടുത്ത് സ്വകാര്യ പ്രാക്ടീസിന് പോയ ഡോക്ടർമാരിൽ 40% ആൾക്കാർ ഇനിയും തിരിച്ചു വരാനുണ്ട്. കേരളത്തിലെ ധർമാശുപത്രികളിൽ, പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ആവശ്യമായ മരുന്നില്ല. നോക്കൂ നിങ്ങൾ, TB കേരളം ഒരു കാലത്ത് നിർമാർജനം ചെയ്ത ഒരു രോഗമാണ് ക്ഷയരോഗം. ഏതാണ്ട് നിർമാർജനം ചെയ്ത ഒരു രോഗമാണ് ക്ഷയരോഗം. അതിശക്തമായ രീതിയിൽ ക്ഷയരോഗം തിരിച്ചു വരികയാണ് കേരളത്തിൽ. 6 മാസം തുടർച്ചയായി ഉപയോഗിക്കേണ്ട മരുന്ന് എത്രയോ ദിവസമായി കേരളത്തിൽ മുടങ്ങിയിട്ട്. ഞാൻ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും. TBക്കുള്ള തുടർച്ചയായി കൊടുക്കേണ്ട മരുന്ന് എത്രയോ മാസങ്ങൾ മുടങ്ങി കേരളത്തിൽ. നോക്കൂ നിങ്ങൾ, ക്ഷയരോഗത്തിന് തുടർച്ചയായി കൊടുക്കുന്ന മരുന്ന് രോഗി കഴിച്ചില്ലെങ്കിൽ 10 മടങ്ങ് ശക്തിയിലാണ് ക്ഷയരോഗം തിരിച്ചു വരുന്നത്. ഈ ആരോഗ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ആശുപത്രികളിൽ ഏകോപനമില്ല, പലയിടത്തും നഴ്സുമാരുടെ സൗകര്യങ്ങൾ കിട്ടുന്നില്ല. 10ഉം 15ഉം വാർഡുകൾ ഒരുമിച്ച് നഴ്സുമാർ നോക്കേണ്ട സ്ഥിതിയാണ് പല കേന്ദ്രങ്ങളും. ഒരു നിയമനവും ഇല്ല, എല്ലാം കരാർ നിയമനങ്ങൾ പാർട്ടിക്കാർക്ക് കൊടുക്കുകയാണ്. ഡോക്ടർമാരുടെ കുറവുണ്ട്. നിലവിൽ ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. കോഴിക്കോട് അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം, അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്, നവീകരണത്തിനൊക്കെ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം ദുരുപയോഗം ചെയ്തതിന്റെ കണക്കുകൾ പുറത്തു വരാൻ പോവുകയാണ്. വലിയ തോതിൽ അഴിമതി നടക്കുന്നു. മെഡിക്കൽ പർച്ചേസിൽ വലിയ അഴിമതി നടക്കുന്നു. കാലാവധി കഴിഞ്ഞ മരുന്ന് നിങ്ങൾ ആലോചിച്ചു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തു. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, നമ്മൾക്ക് അത് സ്ഥിരീകരിച്ചതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ രോഗികൾ കഴിക്കേണ്ടി വന്നത്. കുത്തഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യ മേഖല, പകർച്ചവ്യാധികൾ പടരുന്നു. ഈ ആരോഗ്യമന്ത്രി ഇതൊന്നും നോക്കാതെ എന്തിനാണ് കുവൈത്തിലേക്ക് അയച്ചത്? അപ്പോ അവർക്കറിയാമായിരുന്നു ക്ലിയറൻസ് കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല, തലേ ദിവസം വൈകുന്നേരം, നമുക്കറിയാം ഇന്നലെയാണ് ഭൗതികദേഹങ്ങൾ വന്നെങ്കിലും തലേ ദിവസം വൈകുന്നേരത്തോടു കൂടി, നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലേ, ഏതാണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വീണ ജോർജ് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും അവിടുന്ന് മൃതദേഹങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരാൻ പുലർച്ചെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഞാന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. നോക്കൂ, ആളുകളെ ഇങ്ങനെ കബളിപ്പിക്കുമ്പോഴേ ക്ലിയറൻസ് കിട്ടാതെ ആരെങ്കിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി കാത്തിരിക്കൂ? എനിക്ക് സഹതാപം തോന്നുന്നത് ശ്രീ VD സതീശനാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെയാണ് സതീശന്റെ എല്ലാ ഇടപാടുകളും. നിയമസഭയിൽ 2 ബഹളം വെക്കുക, ഇറങ്ങിപ്പോവുക, ബാക്കി എല്ലാ കാര്യത്തിലും പിണറായി വിജയനെ സഹായിക്കുക. ഇതാണ് VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് VD സതീശൻ ഇന്നലെ ആ ദുരന്ത മുഖത്ത് കേന്ദ്രം കേരളത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞത്? നിങ്ങൾ പ്രതിപക്ഷമാണോ? ഞാൻ ഇടക്കിടക്ക് ചോദിക്കാറുള്ളതാണ്. നിങ്ങൾ നിർവഹിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമാണോ? വസ്തുത മനസ്സിലാക്കാതെ സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ കാര്യം? സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കേണ്ടവരാണ് പ്രതിപക്ഷം. അതിനു പകരം എന്തിനും നരേന്ദ്രമോദി സർക്കാരിന്റെ പുറത്തു കയറുക എന്നുള്ള ഒരു സമീപനമാണ് VD സതീശൻ എടുക്കുന്നത്. ഓക്കെ, ആരോട്? അത് ഞാൻ പറഞ്ഞതിന്റെ അത് ഒരു കള്ളപ്രചരണമല്ലേ? എന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? ഈ ബലാത്കാര ആരോപണങ്ങൾ തിരുവഞ്ചൂരിന്റെ പറയുന്നത്
CPM-ലെ ഒരു നേതാവിനെ അനിയായിട്ട് വലിയ സംസ്ഥാന സമിതി അംഗത്തിൽ തന്നെ ബന്ധമുണ്ടെന്നാണ് UDF വാദം. കേരളത്തിൽ നടക്കുന്ന ഏതാണ്ട് എല്ലാ ഒട്ടുമിക്ക അഴിമതി ആരോപണങ്ങളിലും ഈ രണ്ട് കക്ഷികളും പങ്കാളികളായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. കാരണം കേരളത്തിൽ ഇതുവരെ നടന്ന ഏതാണ്ട് എല്ലാ അഴിമതി കേസുകളും നിങ്ങൾ നോക്കിയാലും ഇവർ രണ്ടു കൂട്ടരും പ്രതികളാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയും മകളും ഏറെ പ്രതിക്കൂട്ടിലാക്കപ്പെട്ടിട്ടുള്ള കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേ കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം. അതില് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും മാത്രമല്ല, ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും മരണപ്പെട്ടു പോയത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇവരെല്ലാവരും അതിൽ പങ്കാളിയാണ്. അപ്പൊ അതുകൊണ്ട് ബാർക്കോഴ കേരളത്തിലെ മന്ത്രിമാർക്ക് കിട്ടുമ്പോ തിരുവനന്തപുരത്തിന് കിട്ടിയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.